ലെബനാനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് 200-ലേറെ മിസൈലുകൾ അയച്ച് ഇറാൻ. അയൽരാജ്യമായ ജോർദാനിന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവയിൽ പലതും വെടിവെച്ചിട്ടെന്ന് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുമിയോണിന്റെ വ്യോമഗതാഗതം അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. ഈ ആക്രമണം നടന്നുവെന്ന് ഇസ്രായേലും അതേപോലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡും സ്ഥിരീകരിച്ചു. ഇനി ഇത് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നാണ് പശ്ചിമേഷ്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണത്തിൽ ഇറാൻ ഇതിന് നഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണത്തിൽ തങ്ങൾ താൽക്കാലികമായി ഇത് നിർത്തിവെച്ചുവെന്നും ഇനി ഉണ്ടാവില്ല എന്നുമാണ് പറഞ്ഞത്. ഇറാനിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളഭയം ഇല്ലാതെ തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു. പശ്ചിമേഷ്യ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്ത് എന്നുള്ളതാണ്. ചെങ്കടലിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ലെബനാനിൽ നിന്നും കരമാർഗം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിലേറെ ഉറ്റുനോക്കപ്പെടുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. Fully supportive of Israel. And I've been spent the morning and part of the afternoon in the Situation Room and meeting with my whole national security team and consulting with the Israelis indirectly because in terms of their impact on us. And the national security team has been, as I said, in constant contact with Israeli officials and their country. ഇനി ലോകം ഉറ്റുനോക്കാൻ പോകുന്നത് മറ്റു ലോകശക്തികളായ ഇന്ത്യയുടെയും അതേപോലെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും പ്രതികരണത്തിന് വേണ്ടിയാണ്. ഏതായാലും ഇനിയൊരു യുദ്ധം വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.